നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശരീരത്തിന് ആവശ്യമായ പ്രധാനപ്പെട്ട വൈറ്റമിനുകളിൽ ഒന്നാണ് വൈറ്റമിൻ സി. രോഗപ്രതിരോധ ശേഷിക്ക് മാത്രമല്ല പലതരത്തിലുള്ള ചർമ്മ പ്രശ്നങ്ങൾക്കും ഒരു പ്രധാന പരിഹാര മാർഗമാണ് വൈറ്റമിൻ സി. ഓറഞ്ച്, നാരങ്ങ, സ്ട്രോബെറി, കിവി, മുന്തിരിങ്ങ തുടങ്ങിയ പഴവർഗ്ഗങ്ങളിൽ ധാരാളമായിട്ടും വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ സിയുടെ ആന്റി ഓക്സിഡന്റും ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടിയും ചർമ്മത്തിന്റെ മൃദുത്വം നിലനിർത്തുന്നതിനോടൊപ്പം തന്നെ പ്രായമാവുന്നതുകൊണ്ടുണ്ടാകുന്ന ചർമ്മത്തിന്റെ ചില ബുദ്ധിമുട്ടുകൾ തടയാനും സഹായിക്കും. വൈറ്റമിൻ സി അടങ്ങുന്ന ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കുക, അല്ലെങ്കിൽ വൈറ്റമിൻ സിയുടെ സപ്ലിമെന്റ്സ് എടുക്കുക, അതല്ലെങ്കിൽ ചർമ്മ സംരക്ഷണത്തിന് വൈറ്റമിൻ സി ഉൾപ്പെടുത്തുക ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഒരു പ്രായം കഴിഞ്ഞാൽ നമുക്ക് മുഖത്ത് ചുളിവുകളും പാടുകളും ഒക്കെ വരാറുണ്ട്, അല്ലെ? ഒരു പരിധിവരെ ചർമ്മത്തിൽ ഉണ്ടാകുന്ന ഈ മാറ്റങ്ങളെ നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കും. അതിന്റെ ഒരു പ്രധാന ഘടകമാണ് വൈറ്റമിൻ സി. വൈറ്റമിൻ സി ശരീരത്തിന്റെ കൊളാജൻ വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും. ഒരുപാട് സൂര്യപ്രകാശം ഏൽക്കുന്ന വഴി നമ്മുടെ ചർമ്മത്തിൽ ഉണ്ടാകുന്ന ചുവപ്പ്, ചർമ്മം നന്നായിട്ട് ഡ്രൈ ആകുന്നത്, സൺ ടാൻ തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ക്രീമുകൾ ഉപയോഗിക്കുന്നത് നല്ലതാണ്. ചർമ്മം ആരോഗ്യത്തോടെ ഇരിക്കാനായിട്ട് ജലാംശം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്, അല്ലെ? ചർമ്മത്തെ മോയ്സ്ചറൈസ് ചെയ്യാനായിട്ട് വൈറ്റമിൻ സിക്ക് പ്രധാന പങ്കുണ്ട്. കൂടാതെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചർമ്മം വരണ്ടു പോകുന്നത് തടയാനും വൈറ്റമിൻ സി സഹായിക്കും. ചർമ്മത്തിലെ കൊളാജൻ, എലാസ്റ്റിൻ എന്നിവയുടെ രൂപവൽക്കരണത്തിനെ സഹായിക്കുന്നതും വൈറ്റമിൻ സി ആണ്. കൂടാതെ ചർമ്മത്തിലുണ്ടാകുന്ന ഹൈപ്പർ പിഗ്മെന്റേഷൻ തടയാനായിട്ട് വൈറ്റമിൻ സി സഹായിക്കും. അതുകൊണ്ട് തന്നെ ചർമ്മത്തിന്റെ ആരോഗ്യത്തിനും അത് കണക്ക് തന്നെ മൃദുത്വം നിലനിർത്താനായിട്ട് വൈറ്റമിൻ സി പ്രധാന ഘടകമാണ്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ചർമ്മ സംരക്ഷണത്തിൽ വൈറ്റമിൻ സിന്റെ പ്രാധാന്യം. അതുകൊണ്ട് തന്നെ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ധാരാളം ഡയറ്റിൽ ഉൾപ്പെടുത്തുക. അതിന്റെ സപ്ലിമെന്റ്സ് നമുക്ക് ആവശ്യമാണെങ്കിൽ കഴിക്കാവുന്നതാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.